ഹലോ, സാധാരണയായിട്ട് നമ്മൾ ചെമ്പരത്തി ഉപയോഗിച്ചിട്ട് താളി മാത്രം ഉണ്ടാക്കി തലയിൽ തേച്ച് കുളിക്കാറാണല്ലേ പതിവ്. പക്ഷെ നമുക്ക് ചെമ്പരത്തി വെച്ചിട്ട് നല്ലൊരു മാസ്ക് ഉണ്ടാക്കി തലയിൽ തേക്കാം. ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ മുടി നല്ല സോഫ്റ്റ് ആവാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെമ്പരത്തികൾ പല കളറിൽ ഉള്ള, പല പൂക്കളിൽ പല കളറിലുള്ള ചെമ്പരത്തികളുണ്ട്, ഹൈബ്രിഡ് ചെമ്പരത്തികളുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു മാസ്ക് ഉണ്ടാക്കാൻ, ഹെയർ മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ അത് സാധാരണ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ചെമ്പരത്തിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് അലോവേരയാണ്. അപ്പോൾ അലോവേര ഇത് ചെറിയ ലീഫ് ആയതുകൊണ്ട് ഞാൻ 2 എണ്ണം കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ഈ അലോവേര കട്ട് ചെയ്ത് ഉടനെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് നേരം നമ്മളിതൊന്ന് കുത്തിച്ചാരി വെക്കണം. ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു മഞ്ഞ കളറ് കറ വരുന്നുണ്ട്. ആ കറ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം നമ്മൾ ഇത് തലയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ തലയിൽ ചൊറിച്ചിലൊക്കെ ഫീൽ ചെയ്യും, ചിലവർക്ക് അലർജി ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ആ കറ്റാർവാഴ അതുപോലെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മഞ്ഞ കളറ് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉണ്ടോ, ഇത് നമ്മുടെ നാടൻ ചെമ്പരത്തിയാണ്, അതിൻ്റെ ലീഫാണ് എടുക്കുന്നത്. സാധാ ചെമ്പരത്തി, നമ്മുടെ നാടൻ ചെമ്പരത്തി എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഹൈബ്രിഡ് ചെമ്പരത്തിയേക്കാൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഈ ചെമ്പരത്തിയുടെ ഇല മാത്രമല്ല, ഇതിൻ്റെ പൂവും കൂടി എടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ ചെമ്പരത്തിയിൽ പൂവില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ പൂവ് എടുക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ പൂവുണ്ടെങ്കിൽ പൂവ് എടുക്കുക. ഏകദേശം 1 മണിക്കൂറോളം നമ്മുടെ അലോവേര കുത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മഞ്ഞ കളറ് ദ്രാവകം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചെമ്പരത്തിയുടെ ഇല ചെറിയ പീസുകളാക്കി മുറിച്ച് ഗ്രൈൻഡറിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് പീസാക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അലോവേര എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ പൾപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെറിയ അലോവേര ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 എണ്ണം എടുത്തത്. കണ്ടോ മഞ്ഞ കളറ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അലോവേരയുടെ നമുക്ക് ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യാം കേട്ടോ. ഇതുണ്ടാക്കി തലയിൽ മൊത്തം ഒന്ന് പരട്ടി കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് ഇരിക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ ഹെയർ നല്ല സ്മൂത്തായിട്ട് വരും കേട്ടോ. ഭയങ്കര ഡ്രൈ ഹെയറൊക്കെ ഉള്ളവർക്ക് ഇത് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഹെയർ എത്രമാത്രം സ്മൂത്ത് ആവുന്നുള്ളത്. പിന്നെ പനി, ജലദോഷം അങ്ങനെയൊക്കെ ഉള്ള സമയത്തൊന്നും ഇത് തലയിൽ അപ്ലൈ ചെയ്യാതെ ഇരിക്കുക. അപ്പോൾ അത് കൂടാനേ സഹായിക്കുള്ളൂ. ഇതൊക്കെ നല്ല തണുപ്പുള്ള സാധനങ്ങളാണ്. 20 മിനിറ്റിൽ കൂടണ്ട കേട്ടോ. കറക്റ്റ് 20 മിനിറ്റ് ഇരിക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയുക. ഷാമ്പു ഉപയോഗിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ഇതിൽ 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് ചേർക്കുന്നത്. നമ്മുടെ ചെമ്പരത്തിയുടെ ഇല, പിന്നെ ഈ കറ്റാർവാഴ, പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയും കറ്റാർവാഴയും പിന്നെ നമ്മുടെ ചെമ്പരത്തിയുടെ ഇല, നാടൻ ചെമ്പരത്തിയുടെ ഇല എടുക്കുക. ഇത് 3ഉം കൂടി നന്നായിട്ടൊന്ന് അടിച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് ഒരു 20 മിനിറ്റ് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, മുടി കൊഴിച്ചിൽ ഒരു വലിയ പ്രശ്നമല്ലേ. ആ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറഞ്ഞു കിട്ടും. അപ്പോൾ ആഴ്ചയിൽ നമ്മൾ എന്തായാലും 2 ദിവസം ഇത് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് കുറച്ച് നാളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറി പുതിയ ഹെയർ വരാൻ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അപ്പം നമുക്കിത് പുരട്ടുമ്പോൾ നമുക്കറിയാം നമ്മുടെ മുടിയിലുണ്ടാവുന്ന മാറ്റം എന്താണെന്നുള്ളത്. ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ 1 പ്രാവശ്യമെങ്കിലും അതൊന്ന് ചെയ്യാൻ ശ്രമിച്ച് നോക്കാം. അപ്പം നമുക്കറിയാൻ പറ്റുമല്ലോ നമ്മുടെ മുടിയിലുണ്ടാവുന്ന മാറ്റം എന്താണെന്നുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.